ഒരു സെക്കൻഡ്, വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിൽ മെമ്പറാകാൻ മറക്കല്ലേ. ഞാനേ നമ്മുടെ റാപ്റ്റർ എടുക്കാൻ വേണ്ടി പോക്കാം കേട്ടോ. എൻ്റെ കൂടെ നമ്മുടെ ജെസ്സിയിലുണ്ട്, അതുപോലെ നമ്മുടെ ഷെവിയർക്കുണ്ട്. നമ്മൾ മൂന്നാളും കൂടി നമ്മളിപ്പോൾ ഉള്ളത് വെല്ലിംഗ്ടൺ ഐലൻഡിലാണ്. വെല്ലിംഗ്ടൺ ഐലൻഡിൽ നമ്മുടെ റാപ്റ്റർ അവിടെ എത്തിയിട്ടുണ്ട്. അത് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഒരുപാട് സന്തോഷം കാണും. കുറേ ദിവസമായി അതിൻ്റെ പുറകിൽ ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്തിട്ടുണ്ടെന്നറിയാം. ഒരുപാട് ആൾക്കാർ ഈ റാപ്റ്റർ ഇറങ്ങുന്ന വീഡിയോനോട് വെയിറ്റ് ചെയ്തിട്ടുണ്ടെന്നറിയാം. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് ദുബായിൽ നിന്ന് ഒരു വണ്ടി കൊണ്ടുവരാൻ പറ്റുന്നത്, അതിന് പേപ്പർ വർക്ക് എന്തൊക്കെയാണ്, അതുപോലെ ഷിപ്പിങ്ങിന് എത്രയാണ് പൈസ ആവുന്നത്, ഇതൊക്കെ ഞാൻ വൃത്തിക്ക് പറഞ്ഞുതരാം എല്ലാവരും കേട്ടോ. ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം നമുക്ക് നേരെ ദുബായിലേക്ക് തന്നെ തിരിച്ചു പോകാം. ദുബായിലേക്ക് തന്നെ തിരിച്ചു പോയിട്ട് അവിടുന്ന് പാക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വരാം. ഓക്കെ, ഇപ്പം നമ്മൾ ദുബായിലുള്ളത്. ദുബായിൽ നമ്മുടെ സ്വന്തം വിറ്റോ ബ്രോൻ്റെ കൂടെയുള്ളത്. വിറ്റോ ബ്രോ ഒന്ന് മാസ്ക് മാറ്റി മോൻ കാണിച്ചു. ഹലോ, വിറ്റോ ബ്രോ ആണ്. ആക്ച്വലി വിറ്റോ ബ്രോനെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ എൻ്റെ ആമിനാൻ്റെ കംപ്ലീറ്റ് ഷിപ്പിംഗ് മൂപ്പരാണ് ചെയ്തത്. നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറക്കിയതും അതുപോലെ അസർബൈജാൻ നാട്ടിലേക്ക് കൊണ്ടുവന്നതും അതുപോലെ ഞാനുമായി ബന്ധപ്പെട്ട ഷിപ്പിങ്ങുകളൊക്കെ ഹാൻഡിൽ ചെയ്തത് മൂപ്പരാണ്. താങ്ക് യു. മൂപ്പരുടെ കമ്പനിയായ കൺസോളിഡേറ്റഡ് ഷിപ്പിംഗ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പം വിറ്റോ ബ്രോ ആണ് ശരിക്കും നമ്മുടെ വണ്ടിയും നാട്ടിലേക്ക് കയറ്റി വിട്ടത് അല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ശരിക്കും വിറ്റോ ബ്രോ പറഞ്ഞു തരും ഇവിടുന്ന് എങ്ങനെയാണ് കയറ്റി വിട്ടത്, ഇവിടുന്ന് എന്തൊക്കെ പേപ്പേഴ്സാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. ഓക്കെ, ബ്രോ സിമ്പിളായിട്ട് പറഞ്ഞോ. നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ആ ഒരു വീഡിയോയിൽ നമ്മൾ കാണിച്ച പോലെ ആദ്യത്തെ പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർനെറ്റ് നമ്മുടെ അവിടെ നിന്ന് പോയി കാർനെറ്റ് എടുക്കുക. കാരണം എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ പാസ്പോർട്ട് എടുത്തു, അപ്പോൾ വണ്ടി പ്രിപ്പയർഡായി, വണ്ടി പോകാൻ വേണ്ടി ഡോക്യുമെൻറ്റ്സ് റെഡിയായി. ആ കാർനെറ്റും പിന്നെ നമ്മുടെ വണ്ടിയും കൂടെ നമ്മുടെ ഗേജ്, ഇത് നമ്മൾ നിൽക്കുന്നത് ജബൽ അലി ഫ്രീ സോണിലാണ്. ആ ഫ്രീ സോണിൻ്റെ മെയിൻ ഗേജ് വന്നിട്ട് നമ്മൾക്ക് തരും. അപ്പോൾ ആ കാർനെറ്റ്, അപ്പോൾ നമ്മളൊരു കസ്റ്റംസ് പേപ്പറും നമ്മൾ റെഡിയാക്കി വെക്കും. അത് കഴിഞ്ഞാൽ ആ കാർനെറ്റോട് കൂടി വണ്ടി അകത്ത് കയറിയിട്ട് നമ്മുടെ വെയർഹൗസ്, ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന വെയർഹൗസ് വരും. ഇവിടെ കണ്ടെയ്നർ എല്ലാം സ്റ്റാൻഡ് ബൈ ആയിരിക്കും. നമ്മുടെ ഈ കണ്ടെയ്നറുകളിലാണ് വൺ ഓഫ് ദ കണ്ടെയ്നർ നമ്മൾ പ്ലാൻ ചെയ്ത് കൊച്ചിക്ക് വേണ്ടി ആ കണ്ടെയ്നറിലാണ് നമ്മൾ ലോഡ് ചെയ്യും. അപ്പോൾ ലോഡ് ചെയ്യുമ്പോൾ ഇവിടുത്തെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ വന്നു കഴിഞ്ഞ് കറക്റ്റായിട്ട് വണ്ടിയുടെ ഫുൾ ചെക്ക് ചെയ്ത് എല്ലാ സ്റ്റാറ്റസ് നമുക്ക് നോക്കി കറക്റ്റ് അപ്ഡേറ്റ് ചെയ്തിട്ട് നമ്മൾ വണ്ടിയുടെ ലോഡിങ് പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യും. ഇത് 1 കണ്ടെയ്നർ 20 ഫീറ്റ് കണ്ടെയ്നറിൽ ചെറിയ വണ്ടിയാണെങ്കിൽ നമുക്ക് 2 വണ്ടി ഉണ്ടെങ്കിൽ ഒരു വലിയ കണ്ടെയ്നർ ലോഡ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഷാക്കിൻ്റെ വണ്ടി നമ്മൾ ലോഡ് ചെയ്ത് 20 ഫീറ്റ് കണ്ടെയ്നറിലാണ്. ആ കണ്ടെയ്നറിൽ ലോഡ് ചെയ്യുക. ഇത് എല്ലാം പ്രോപ്പറായിട്ട് സെക്യൂർ ചെയ്ത് ലാഷ് ചെയ്ത് ബെൽറ്റ് ചെയ്ത്, കാരണം വണ്ടി സീ കൂടെ പോകുന്നത് ഒരു 5 ദിവസം ട്രാൻസിറ്റ് ടൈം ഉണ്ട് ഇവിടുന്ന് കൊച്ചി. അപ്പോൾ ആ പ്രൊസീജിയർ ഫോളോ ചെയ്യുന്നതുകൊണ്ട് കറക്റ്റ് സ്ട്രിക്റ്റ് ആയിട്ട് വണ്ടി സേഫായിട്ട് ലോഡ് ചെയ്ത് ബെൽറ്റ് അടിച്ച് ടൈറ്റ് ആക്കിയിട്ട് വണ്ടി നമ്മൾ പേപ്പേഴ്സ് മീൻസ് റാപ്പ് ചെയ്ത് സേഫായിട്ട് വെക്കും. അപ്പോൾ ഇവിടുന്ന് സാധനം പോയി കഴിയുമ്പം ഒരു കുഴപ്പമുണ്ടാവില്ല അവിടെ ചെല്ലുമ്പോൾ. അവിടെ ഇവിടുന്ന് ഇപ്പോൾ നമ്മുടെ വണ്ടി പോകുന്ന ഏകദേശം 16-17 തീയതി പോയി കഴിഞ്ഞാൽ 20-21 തീയതി അവിടെ എത്തും. ഒരു 5 days ആണ്. 5 days ആണ് സെയിലിംഗ് ടൈം അല്ലേ? മുമ്പൊക്കെ 15 മാസം കേൾക്കുന്നുണ്ടല്ലോ. എന്താ നമ്മളത് ചെയ്ത് അസർബൈജാനിൽ വന്നോണ്ടല്ല. അല്ല, സാധാരണ മുമ്പൊക്കെ നമ്മുടെ നാട്ടിലേക്ക് ഒരു കാർഗോ അയക്കാൻ വരെ ഒരു മാസമൊക്കെ ടൈം പറഞ്ഞിട്ട് ഞാൻ വെച്ച് 1 മാസമൊക്കെ എടുക്കുന്നു പറഞ്ഞത്. ഇല്ല, കാർഗോ അയക്കുന്ന നേരത്ത് അത് ചിലപ്പം വേറെ എന്തെങ്കിലും എക്സ്ട്രാ പ്രൊസീജിയർ ഉണ്ടായിട്ടായിരിക്കും, അല്ലെങ്കിൽ അവിടെ വേറെ എന്തെങ്കിലും കസ്റ്റംസ്. അല്ലെങ്കിൽ സാധാരണ എയർ ഫ്ലൈറ്റ് പോയി കഴിഞ്ഞാൽ 1 ദിവസം കൊണ്ട് അവിടെ എത്തും. സീ ഫ്ലൈറ്റ് ആണെങ്കിൽ 5 to 6 days. 6 days എത്തും. ഓക്കെ, ഫൈൻ. അപ്പോൾ നിങ്ങളുണ്ടോ ഈ ഒരു കണ്ടെയ്നർ ഉണ്ടോ? ഇതിപ്പോൾ 20 ഫീറ്റ് കണ്ടെയ്നറാണ്. ഇതേപോലത്തെ കണ്ടെയ്നറിൻ്റെ ഉള്ളിലാണ് വണ്ടി ഇവിടെ കയറ്റി വിട്ടത്. ഇത് കുറച്ചും കൂടി ലെങ്ത്ത് കൂടിയതാണ്. അപ്പോൾ ഇതിൽ കറക്റ്റായിട്ട് ഫിറ്റ് ആയിന് കേട്ടോ. ഫൈൻ. അപ്പോൾ ആൾക്കാർക്ക് ഉദ്ദേശിച്ച് ഇതിൻ്റെ ചാർജസും കാര്യങ്ങളൊക്കെ അറിയാനുണ്ടോ? അപ്പോൾ അതൊന്ന് ഓരോരോ ഇതിനനുസരിച്ച് ഡിഫറെൻറ്റ് വരുമോ? അതെ, ഇപ്പം നമ്മൾ ഒരു കണ്ടെയ്നറിൽ ഒരു വണ്ടി വിടുവാണെങ്കിൽ ഏകദേശം ഒരു 1 സൈഡിലേക്ക് ഒരു 1.5 lakhs ഒക്കെയാണ് കോസ്റ്റ് വരുന്നത്. 2 സൈഡിൽ ഒരു 3.5 എന്നുള്ള രീതിയിൽ. അപ്പോൾ അത് ഇൻക്ലൂഡിങ് നമ്മുടെ ഇവിടുത്തെ ഒരു ഡോക്യുമെൻറ്റേഷനും കോസ്റ്റും ഈ പറഞ്ഞ ലോഡിങ്ങും അവിടെ വരെ എത്തുന്ന കാര്യങ്ങളും, പിന്നെ അവിടുത്തെ നമ്മുടെ ഓഫീസുണ്ട് ഇതിൻ്റെ ബാക്ക് ടു ബാക്ക് ക്ലിയർ ചെയ്യുന്നത്. അവിടുത്തെ റിലീസ് ചെയ്ത് വണ്ടി പുറത്തിറക്കി കൈ തരും. കൈ തരുന്ന രീതിയിലുള്ള
സർവീസാണ് നമ്മൾ ചെയ്യുന്നത്. യെസ്, അതിലൊരു കാര്യം കൂടി തന്നെ, കൊറോണയ്ക്ക് ശേഷം ഈ ഷിപ്പിംഗ് മേഖലയിൽ പ്രൈസ് ഹൈക്ക് ആയിട്ടുണ്ട് അല്ല ബ്രോ? അതെ, തീർച്ചയായിട്ടും. കാരണം ഈവൻ സൂയസ് കനാലിലൊരു കപ്പൽ ബ്ലോക്ക് ആയാലും വരെ ഹൈക്കായി. അതാണ് അതിൻ്റെ സത്യം. നമ്മളറിയാത്ത ഒരുപാട് കാര്യങ്ങൾ കൊറോണ സമയത്ത് നടന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ കമ്പനിയെ പറ്റി ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തു ബ്രോ. CSS ഇവിടെ UAE മാർക്കറ്റിൽ കൺസോളിഡേറ്റഡ് ഷിപ്പിംഗ്, കൺസോളിഡേറ്റഡ് ഷിപ്പിംഗ് സർവീസസ്. ഓക്കെ, നമ്മുടെ UAE മാർക്കറ്റിൽ 25 ഇയേഴ്സ് ആയിട്ടുണ്ട്. നമ്മുടെ ഈ ഓട്ടോമൊബൈൽ ലോജിസ്റ്റിക്സ് വൺ ഓഫ് ദ വിങ് ആണ്. അതല്ലാതെ എല്ലാ ബിസിനസ്സിനും കേറ്റർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രോജക്ട്സ്, ഫുൾ ബ്രേക്ക് ബൾക്ക് ഷിപ്മെൻ്റ് ആയാലും എല്ലാ ഡോർ ടു ഡോർ സർവീസ് ഉണ്ട്. നമ്മുടെ സീ ഫ്രൈറ്റ്, ഇപ്പോൾ ഈ പറഞ്ഞ കണ്ടെയ്നർ ആയാലും, പിന്നെ നമുക്ക് എയർപോർട്ട് ഓഫീസ് ഉണ്ട്, എയർ ഫ്രൈറ്റ് ഉണ്ട്, അതുപോലെ റോഡ് ഫ്രൈറ്റും ഉണ്ട്. അപ്പോൾ എല്ലാ മേഖലകളിലും നമുക്ക് ബെസ്റ്റ് ഇൻ ക്ലാസ് സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഇതൊക്കെ നിങ്ങളുടെ വെയർ ഹൗസ് ആണ്? അതെ. ഇപ്പം നമുക്ക് ഇവിടെ തന്നെ ഇതിന് മൾട്ടിപ്പിൾ ആയിട്ട് ദുബായിലും അബുദാബിയിലും ഷാർജ എല്ലായിടത്തും വെയർ ഹൗസ് ഉണ്ട്. ഇവിടുത്തെ ഫുൾ ഓഫീസസ് നമ്മുടെ ഓൺ ഓഫീസസും, ഇന്ത്യയിലും ഓൾ ഓവർ ഇന്ത്യ നമ്മുടെ ഓഫീസസ് ഉണ്ട്. ഓക്കെ, ഫൈൻ. അപ്പം ഞാൻ എന്തായാലും ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും തരാം. ബിറ്റോ ബ്രോൻ്റെയും ഇവരുടെയൊക്കെ കോൺടാക്ട് ഡീറ്റെയിൽസ് തരാം. നാളെ നിങ്ങൾക്ക് ആക്ച്വലി ഇവർ പറഞ്ഞ തന്നെ വണ്ടി കൊണ്ടുപോകാന്നുള്ള ഇവരുടെ സെക്കൻഡറി കാര്യം മാത്രമാണ്. മെയിനായിട്ട് ഇവർക്ക് വേറെയൊക്കെയാണ് പരിപാടികൾ. ഇപ്പം നമ്മുടെയൊക്കെ ആയതുകൊണ്ടാണ് വണ്ടി എടുക്കുന്നത്. അഫ്കോഴ്സ് നിങ്ങൾക്കും വണ്ടി നാട്ടിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നിജീഷ് ഇവിടെ ഉണ്ട്, അവൻ എൻ്റെ കൂടെ തന്നെ ഉണ്ട്. പിന്നെ കാർനെറ്റും കാര്യങ്ങളൊക്കെ നിജീഷിന് അറിയാം. അതുപോലെ ഷിപ്പിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ബിറ്റോ ബ്രോനെ ചോദിച്ചാൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി വളരെ സിമ്പിളായിട്ട് ഇവിടുന്ന് എങ്ങനെ വണ്ടി കൊണ്ടുപോകാന്നുള്ളത് എല്ലാവർക്കും ഒരു ഇതെല്ലാം മനസ്സിലായിട്ടുണ്ടാവല്ലോ. കോൺടാക്ട് നമ്പേഴ്സാണ് പലപ്പോഴും നമുക്ക് ഓരോ കാര്യത്തിന് ആവശ്യമായിട്ട് വരുന്നത്. എല്ലാ കോൺടാക്ട് നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടോ. ഇനിയിപ്പം ഓക്കെ ബ്രോ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. താങ്ക് യു, താങ്ക് യു. ഇനി നമുക്ക് നേരെ ബാക്ക് ടു കൊച്ചി. സോ ബാക്ക് ടു കൊച്ചിൻ. ഞാനിപ്പോൾ ഉള്ളത് കൊച്ചിയിലാണ്. വിറ്റോ പറഞ്ഞ പോലെ നമ്മൾ അവിടുന്ന് വണ്ടി കയറ്റി വിട്ടു. നമ്മളങ്ങനെ ഞാൻ നേരെ ഫ്ലൈ ചെയ്തു നാട്ടിൽ വന്നു. പിന്നെ ഇപ്പോൾ ഏകദേശം അവിടുന്ന് നമ്മൾ വീഡിയോ ചെയ്തിട്ട് ഏകദേശം ഒരു 7 ദിവസമായി. 5 ദിവസം എടുത്തു ആ ഷിപ്പ്, 7-8 ദിവസം എടുത്തു. 5 ദിവസം എടുത്തു ദുബായിൽ നിന്ന് വിട്ടിട്ട് കൊച്ചിയിലെത്താൻ. പക്ഷേ കൊച്ചിയിലെ കസ്റ്റംസ് ക്ലിയറൻസ്, പിന്നെ ശനി ഞായറൊക്കെ ലീവൊക്കെ ആയതുകൊണ്ട് തന്നെ പിന്നെ കൊച്ചിയിൽ കുറച്ച് കസ്റ്റംസ് ക്ലിയറൻസിന് കുറച്ച് ദിവസം എടുത്തു. സോ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ഈ കൺസോൾ ഷിപ്പിങ്ങിൻ്റെ കൊച്ചി ഓഫീസിന് ഫ്രണ്ടിലാണ്. നമ്മൾ നേരത്തെ കണ്ടത് അവിടെ ദുബായിലെ വെയർ ഹൗസും ദുബായിൽ ഓഫീസാണ്. അവിടെ കൊച്ചിയിലെ ഒരു ഓഫീസാണ് കേട്ടോ ഇത്. അപ്പം നമുക്ക് നോക്കാം ഇതിനകത്ത് എന്തൊക്കെയുള്ളത് എന്നുള്ളത്. മാഡം പരിചയപ്പെടുത്തിക്കോ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പരിചയപ്പെടുത്തിക്കോ. ഞാൻ ലത. അപ്പോൾ ഇത് ചെയ്യുന്നത് സക്കീറിൻ്റെ ഒരു വണ്ടി കാറ്. നമ്മുടെ രണ്ടാമത്തെ ഷിപ്മെൻ്റ് ആണ് അല്ലേ? അതെ. ഞാൻ നമ്മൾ ആമിനാൻ ഇറക്കിയത് ഇവർ ത്രൂ ആണ്. ഇതേ ഓഫീസിൽ ഇതേ ഷെയർ ചെയ്തിട്ട് നമ്മൾ അന്ന് പേപ്പർ വർക്ക് ചെയ്തത്. ഇവിടെ വന്നിട്ട് തന്നെയാണ് കളക്ട് ചെയ്തത്. അന്ന് തന്നെ ഹെൽപ്പ് ചെയ്ത് അതേ ടീംസാണ് ഇത്തവണ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മുമ്പേ പരിചയപ്പെട്ട ആൾക്കാരായതുകൊണ്ട് തന്നെ നമ്മൾ അറിയുന്ന ആൾക്കാരാവും, നമുക്ക് കുറച്ചും കൂടി കൺവിൻസ് ആയിട്ട് കാര്യങ്ങളും തീർന്നിട്ടും. പിന്നെ ഓക്കെ പറഞ്ഞോളൂ, എന്താണ് നമ്മുടെ ഇത് ഇമ്പോർട്ട് വന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച, ബസ്സിൽ കയറിയത് വ്യാഴാഴ്ച നൈറ്റ്. ഓക്കെ. നമ്മൾ ഇന്ന് കണ്ടെയ്നർ എടുത്തുകൊണ്ട് വരുവാണ് ഇങ്ങോട്ടേക്ക് ഡീസ്റ്റഫ് ചെയ്യാനായിട്ട്. ഓക്കെ. കസ്റ്റംസിൻ്റെ പേപ്പർ വർക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. മിക്കവാറും ഇന്ന് തന്നെ സക്കീറിന് കാർ എടുത്ത് കൊടുക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ട്രക്ക് എടുത്ത് കൊടുക്കണം എന്നാണ് ആഗ്രഹം. കണ്ടെയ്നർ വന്ന ഉടനെ ഡീസ്റ്റഫ് ചെയ്യാനുള്ള എല്ലാ ഇതും ചെയ്തു വെച്ചേക്കുവാണ്. അത് കഴിഞ്ഞ് ഉടനെ ഇന്ന് വൈകിട്ടത്തേക്ക് സക്കീറിന് ട്രക്ക് കിട്ടും. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ഒറിജിനൽ പാസ്പോർട്ട് ഇവിടെ എടുത്ത് വരണം അല്ലേ, അവിടെ കാണിക്കാൻ വേണ്ടിയിട്ട് കസ്റ്റംസ് ഓഫീസിൽ കാണിക്കണം. ഒരുപാട് പേപ്പേഴ്സ് സൈൻ ചെയ്യാണ്ട് നമ്മൾ ഡയറക്റ്റ് നമ്മൾ തന്നെ ഇവിടെ വന്ന് സൈൻ ചെയ്യണം. ഞാൻ അത് വന്നു സൈൻ ചെയ്തു. ആ സൈൻ ചെയ്ത പേപ്പേഴ്സൊക്കെ അപ്പുറം കസ്റ്റംസിന് ഓഫീസിൽ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യാം, വേറെ ആൾ കൂടിയിട്ട് പരിചയപ്പെടാണ്, അദ്ദേഹത്തെ കൂടെ പരിചയപ്പെടുത്തണം. അവിടെ മൂപ്പരാണ് എൻ്റെ പേപ്പറിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ. അപ്പോൾ നമുക്ക് നേരെ കസ്റ്റംസ് ഓഫീസിൽ പോയിട്ട് മൂപ്പർ കാണാം. ഞാനിപ്പോൾ കസ്റ്റംസ് ഓഫീസിന് പുറത്തിറങ്ങി. നമ്മുടെ കൂടുതൽ നമ്മുടെ ജേക്കബ് ചേട്ടനാണ്. യെസ് പറഞ്ഞോളൂ. ഹലോ. മുഖം കാണിച്ചിരുന്നു, ഫേസ് കണ്ടു ടേസ്റ്റ് നിങ്ങളെ. ഹലോ, എൻ്റെ പേര് ജേക്കബ് എന്നാണ്. ഞാൻ കൺസോൾ ഷിപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ CHA ആണ്, ഹിന്ദുസ്ഥാൻ ഷിപ്പിംഗ്. ഓക്കെ. പിന്നെ കഴിഞ്ഞ കൊല്ലം ആമിനാൻ ഇറക്കിയത് മൂപ്പർ തന്നെ കേട്ടോ. മൂപ്പർ ഏകദേശം 10-20 വർഷമായിട്ട് ഫീൽഡിൽ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ? 20 വർഷമല്ലേ? 10 വർഷം. 87, 88, 87 ഞാൻ 20 വർഷമായിട്ട് ഈ ക്ലിയറൻസ് കാര്യങ്ങൾ മൊത്തം തലയിലേറ്റൊരു മനുഷ്യനാട്ടോ. അപ്പോൾ നമ്മൾ ഓക്കെ, ഇപ്പോൾ നമ്മൾ എന്തൊക്കെ പേപ്പർ ഇപ്പോൾ ചെയ്തത് വർക്ക് ചെയ്തെന്നൊക്കെയാണ്? നമുക്കിപ്പോൾ ഡോക്യുമെൻറ്റേഷൻ സൈഡാണ്. നമ്മുടെ കാർനെറ്റ് പേപ്പർ ഒറിജിനൽ വേണം, പാസ്പോർട്ടിൻ്റെ കോപ്പി, പിന്നെ ഒറിജിനൽ പാസ്പോർട്ട് വെരിഫിക്കേഷന് വേണ്ടി നമുക്ക് ബാക്കി ഉള്ള കുറച്ച് അനക്സർ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കസ്റ്റംസിൽ പ്രൊഡ്യൂസ് ചെയ്യണം. ഡോക്യുമെൻറ്റേഷൻ സൈഡിൽ അത് ഇത് ചെയ്തിട്ട് അതിൻ്റെ ഓഫീസർ കറക്റ്റ് ചെയ്തിട്ട് സൂപ്പറിന് സൈൻ ചെയ്ത്, പിന്നെ അതിൻ്റെ കൺസേൺഡ് അസിസ്റ്റൻറ്റ് കമ്മീഷനുണ്ട്, സൈൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രോസസ്സിങ് കുറച്ച് ആയി ഡോക്യുമെൻറ്റേഷൻ. അത് കഴിഞ്ഞാൽ SIB സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അവർ നമ്മളെ ചോദ്യം ചെയ്യും അല്ലേ? അവർ കാര്യങ്ങളൊക്കെ അറിയും. യെസ്, എന്നെ ഇപ്പോൾ ചോദ്യം ചെയ്തത് വളരെ നല്ല അടിപൊളി ആൾക്കാരാണ്. മറ്റേ എന്തുള്ള പരിപാടി എന്തിനെ കൊണ്ടു അങ്ങനെയൊന്നുമില്ല, വളരെ കൂടെ ചിരിച്ച് കളിച്ച് കാര്യങ്ങളൊക്കെ അവർ നല്ല അടിപൊളി മനുഷ്യന്മാർ കേട്ടോ. നല്ല സാറന്മാരാണ്. ഒരു 2 മലയാളികളും പിന്നെ ഒരു ഹിന്ദി സ്പീക്കിംഗ് സാറുമായിരുന്നു. അടിപൊളി. അവർ നല്ല രീതിയിൽ പെരുമാറി.
അപ്പോൾ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു, ഞാൻ കൊടുത്തു. അടുത്ത നമ്മുടെ പരിപാടി നമ്മൾ നേരെ വണ്ടി അവിടെ കണ്ടെയ്നറിൽ എവിടെ വന്ന് എടുക്കുന്നത്? കണ്ടെയ്നറിലെ 210 എന്ന് പറഞ്ഞൊരു CFSലെ കണ്ടെയ്നർ വെയിറ്റ് ചെയ്യാണ്. നമ്മൾ അത് കൊണ്ടുപോയി ഓഫ് ലോഡ് ചെയ്യുക. അത് കഴിഞ്ഞ് സ്പെഷ്യൽ വിങ് വന്നിട്ട് ഇൻസ്പെക്ട് ചെയ്യും. അതിനുശേഷമാണ് ബാക്കിയുള്ള ക്ലിയറൻസ് നടക്കുക. ഓക്കെ, എന്ന് വെച്ചാൽ ഇവിടെ അപ്പുറം വേറൊരു യാർഡുണ്ട് കസ്റ്റംസിൻ്റെ, അവിടെയാണ് വണ്ടി ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ നമ്മളെന്ന് വെച്ചാൽ നമ്മൾ നേരെ അങ്ങോട്ട് പോകും. കണ്ടെയ്നറിൽ ഓഫ് ലോഡ് വെച്ചാൽ കണ്ടെയ്നറിൽ നിന്ന് വണ്ടി പുറത്തിറങ്ങിയിട്ട് ഇപ്പം എന്നെ ചോദ്യം ചെയ്തെന്ന് പറഞ്ഞില്ലേ ആ ഒരു സ്പെഷ്യൽ വിങ്, അവർ നേരെ അങ്ങോട്ടേക്ക് വരും. അവിടെ വന്നിട്ട് അവരെ വണ്ടി മൊത്തം പരിശോധിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വണ്ടി എടുക്കാം അല്ലേ? അതെ, ക്ലിയറൻസ് ബാക്കിയുള്ള ഓഫീസറിൻ്റെ ക്ലിയറൻസ് ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ഓഫീസറും കൂടി അതിൽ സ്റ്റാമ്പ് ചെയ്യും. ഔട്ട് ഓഫ് ചാർജ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി പുറത്തേക്ക് എടുക്കാം. അത് പോർട്ടിൻ്റെയും കൂടി ക്ലിയറൻസ് വേണം. ബാക്കിയുള്ള എന്തായാലും ഇന്നത്തോടു കൂടി എല്ലാം കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പ്രതീക്ഷ മാത്രമല്ല, കിട്ടണം. സമയം ഇപ്പോൾ 2:15. ഞങ്ങളിപ്പോൾ നേരെ പോകുന്നത് ഇവിടെ ഒരു Q10 വാർപ്പ് എന്നൊക്കെയാണ് പറഞ്ഞത് വേറെ ഹൗസിൻ്റെ കസ്റ്റംസിൻ്റെ അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. CFS കസ്റ്റംസിൻ്റെ ഒരു ഇതാണ്. അപ്പം ഇവിടെ കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിൻ്റെ ഒരു പാസ് എടുത്തിട്ടുണ്ട്. എനിക്ക് അതിനകത്ത് കയറാൻ പറ്റും. അതിനകത്ത് വണ്ടിയുണ്ട്. വണ്ടി ഇപ്പോൾ അവർ അൺലോഡ് ചെയ്യുമ്പോൾ ഞാൻ അവിടെ വേണം. അപ്പം എൻ്റെ ID പ്രൂഫായിട്ട് പാസ്പോർട്ടാണ് ഞാൻ എൻ്റെ കയ്യിലെടുക്കുന്നത്. പിന്നെ നമ്മുടെ ജേക്കബ് ചേട്ടൻ ഓൾറെഡി അങ്ങോട്ട് പോയിട്ടുണ്ട്. മൂപ്പർ അതിനകത്തുണ്ടാവും. അകത്തുനിന്ന് ഞാനവിടെ എത്താനാവും പുറത്തേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സോ നമുക്ക് അവിടെ പോയിട്ട് അതിനകത്ത് പോയി വണ്ടി കണ്ട് വണ്ടി അൺലോഡ് ചെയ്ത് നേരത്തെ പറഞ്ഞ ആ ഒരു കസ്റ്റംസിൻ്റെ ഉദ്യോഗസ്ഥർ വന്ന് അവർ മുഴുവൻ പരിശോധിച്ച് അവരുടെ ക്ലിയറൻസ് കഴിഞ്ഞ ലെറ്റർ കിട്ടിയതിന് ശേഷം അവിടുന്ന് അവിടുന്ന് പുറത്തേക്ക് വരാനുള്ളൊരു പാസ് കിട്ടുന്നുണ്ട്. ആ പാസ് കൂടി കിട്ടിയാൽ നമുക്ക് വണ്ടി എടുത്തിട്ട് പുറത്തേക്ക് വരാം കേട്ടോ. സോ ഹാപ്പി കാണും. ഫൈനലി ഇത്രയും ദിവസത്തെ കാത്തിരിപ്പ് ഏതായാലും പിന്നെ എന്താ പറയുക നടക്കാൻ പോവുകയാണ്. ഇത് സംഭവം വളരെ ഈസി ആയിട്ട്, ഇത്രയൊന്നും തലവേദനയില്ല, വളരെ ഈസി ആയിട്ട് സാധനം പുറത്തു വരുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആൾക്കാർ വണ്ടികൾ ഉപയോഗിക്കുന്നുണ്ട്. വണ്ടികളിൽ സ്വർണവും അതുപോലുള്ള നമ്മുടെ നാട്ടിൽ കൊണ്ടുവരാൻ പാടില്ലാത്ത പല കാര്യങ്ങളും വണ്ടികളിൽ അവർ ഒളിപ്പിച്ച് വെച്ചിട്ട് കൊണ്ടുവരുന്നുണ്ട്. നമ്മളെപ്പോലത്തെ ആൾക്കാർ, ജെന്യൂനായ ആൾക്കാർ വണ്ടികൾ കൊണ്ടുവരുമ്പോൾ നമുക്കിങ്ങനെ പ്രശ്നം വരും. അപ്പോൾ ഈ കസ്റ്റംസിൻ്റെ യാർഡിൽ തന്നെ ഒരുപാട് വണ്ടികൾ നമുക്ക് കാണാൻ പറ്റും, സ്വർണ്ണം കടത്തിയിട്ടൊക്കെ പിടിച്ചതൊക്കെ ആയിട്ട്. ഇതാണ് പ്രശ്നം. ഇപ്പോൾ ഇവരിപ്പോൾ ഇനി അതല്ല, ഈ വണ്ടികളിൽ വഴിയല്ല, സാധാരണ എയർപോർട്ട് വഴിയാണ് നമുക്ക് കുഴപ്പം വരുന്നത്. പക്ഷേ വണ്ടികൾ വഴിയും ഇപ്പോൾ കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം പറഞ്ഞു അവർ കഴിഞ്ഞ ദിവസം 10 കിലോ എങ്ങാണ്ട് കഴിഞ്ഞ ദിവസം അവർ പിടിച്ചിട്ടുണ്ട് പോലും. അപ്പം നമ്മൾ വരുമ്പോൾ ഓബിയസ്ലി നമ്മൾ അവർ സംശയിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഡിലേ ആക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എത്തി. ഇതാണ് ഈ കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിൻ്റെ ഉള്ളിലേക്കാട്ടോ പോകുന്നത്. പാസ് എൻ്റെ കയ്യിലുണ്ട്. പാസ് കൊടുത്തിട്ട് നമുക്ക് ഉള്ളിൽ എൻ്റർ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ ജേക്കബ് ചേട്ടൻ്റെ ഉള്ളിലുണ്ട്. ഞാനൊരു കാര്യം ചെയ്യാം, ഇത് കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് നമുക്ക് വണ്ടിയുമായിട്ട് നമുക്ക് അടുത്ത സീന് കാണാം. നോക്കണ്ട ഗൈസ്, കുളിക്കാൻ വന്നല്ല സംഭവം. അതിനുള്ളിൽ പോയി വണ്ടി നമ്മൾ കണ്ടെയ്നർ അൺലോഡ് ചെയ്ത് പുറത്തിറക്കി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചൂട് എന്ന് പറഞ്ഞാൽ മുടിഞ്ഞ ചൂട്. അങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ വണ്ടിയിൽ വന്നിരുന്നിട്ടുണ്ട്. ഇതിൻ്റെ ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ. ഇതുണ്ടോ എല്ലാവരും വണ്ടിയിൽ നിന്ന് ഫുഡ് കഴിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഹോട്ടലൊന്നും ഓപ്പൺ ഇല്ലല്ലോ. ഹോട്ടലിൽ നമുക്ക് ഇരുന്ന് കഴിക്കാനും നമുക്ക് ഓപ്ഷൻ ഇല്ല. അപ്പോൾ വിശന്നിട്ട് കണ്ണാണ്ടെടുക്കുമ്പം ഫുഡ് വാങ്ങുമ്പോൾ എന്നിട്ട് കാറിൽ ഇരുന്നിട്ട് കഴിക്കും. അതാണ് ഇപ്പോഴത്തെ വേഗം പോകാൻ വഴി എന്ന് പറഞ്ഞത്. അപ്പം ഇനി അവരുടെ ഇൻവെസ്റ്റിഗേഷൻ ടീമുണ്ട്. അവർ വന്ന് വണ്ടി പരിശോധിച്ച് അവർക്ക് എന്തെങ്കിലും സംശയം, സ്വർണ്ണമോ എന്തെങ്കിലും ഉണ്ടോ സംശയം തോന്നിക്കാൻ അവർ ചിലപ്പോൾ മൊത്തം അഴിച്ചു കുറച്ച് നോക്കും. എന്നിട്ട് ഒന്നും ഇല്ലയെന്ന് കണ്ടാൽ ലാസ്റ്റ് വിടും. ഒന്നുമില്ല, അത് ഒന്നാമത്തെ സത്യമാണ്, ഒന്നുമില്ല അതിൽ. അപ്പോൾ എന്തായാലും അവർ വിടും കേട്ടോ. എടാ ജസീല, ഇങ്ങനെ വണ്ടിയിൽ എന്ത് ഫുഡ് കഴിക്കുന്നതിനെ പറ്റി എന്താണ് രണ്ടാൾക്ക് പറയല്ലേ? ഭയങ്കര കഷ്ടപ്പാടാ. നിലത്തെല്ലാം വേറുന്നുണ്ട്. എടാ കൊറോണ പോകാനല്ലേ? എന്താ കൊറോണ പോകാനെല്ലാവരും എല്ലാവരും സഹകരിച്ച് പോകുന്നുണ്ടോ? ഇല്ലതാനും. അപ്പോൾ സഹകരിച്ചൊക്കെ വേസ്റ്റ്. സമയം 5:30-6 മണിയായി. ഞാനിപ്പോൾ എൻ്റെ റൂമിലെത്തി. വണ്ടി എത്തിയിട്ടില്ല കേട്ടോ. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത് പിന്നെ അവിടെ കസ്റ്റംസിൻ്റെ പരിശോധനയൊക്കെ വന്നിട്ട് എൻജിൻ നമ്പർ നോക്കിയിട്ട് എൻജിൻ നമ്പർ കാണുന്നില്ല. അരമണിക്കൂർ ഞങ്ങളെല്ലാവരും എൻജിൻ നമ്പർ തപ്പി ഫുള്ള് ബോണറ്റ് നോക്കിയിട്ട്, ഞാനാണെങ്കിൽ ബോണറ്റ് നോക്കി അതിൻ്റെ മുകളിൽ കയറുന്നത് എഞ്ചിൽ കിടന്നിട്ടാണ് നോക്കുന്നത്. എഞ്ചിൻ്റെ മുകളിൽ കിടന്ന് മൊത്തം ലെൻസ് എടുത്ത് നോക്കുന്നത് എഞ്ചിൻ നമ്പർ ഇടും. ലാസ്റ്റ് ഞാൻ ദുബായിൽ വിളിച്ചു ചോദിച്ചാൽ മനസ്സിലായത് ആ വണ്ടിക്ക് എൻജിൻ നമ്പർ ഇല്ല. ചേസ് നമ്പറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റാണ് RCയിൽ എൻജിൻ നമ്പറായിട്ട് കൊടുത്തിട്ടുള്ളത്. അല്ല എൻജിനിൽ അങ്ങനത്തെ നമ്പർ എവിടെയും കൊത്തി വെച്ചിട്ടില്ല. കോമഡി തന്നെ, റാപ്റ്ററിന് ആ ഒരു സാധനം വരുന്നില്ലോ. ഞാൻ കുറേ അന്വേഷിച്ചിട്ട് ലാസ്റ്റ് കിട്ടിയില്ല. പിന്നെ അവർക്കും കാര്യം മനസ്സിലായി. അപ്പോൾ അങ്ങനെ സോൾവ് ചെയ്യും. അപ്പോഴേക്കും സമയം 5 മണിയായി. കാരണം കസ്റ്റംസ് ഓഫീസേഴ്സ് അവർ ഓക്കെയാണ്, അവർ കാര്യങ്ങൾ നോക്കി അവർ അതിന് അപ്രൂവലൊക്കെ തന്നു. പക്ഷേങ്കിൽ അവിടുന്ന് അവരെ അപ്രൂവൽ ലെറ്റർ കിട്ടിയതിന് ശേഷം നമുക്ക് വേറെ ഗേറ്റ് പാസ് ഒക്കെ എടുക്കാണ് പുറത്ത് പോകാൻ. അപ്പോൾ ലേറ്റ് ആയിട്ടോ. ഇനി അതെല്ലാം നാളെ രാവിലെ, ചൊവ്വാഴ്ച രാവിലെയാണ് പിന്നെ ഞാനതിൽ വണ്ടി പുറത്തിറങ്ങുന്നത്. എന്താ പറയുക,
സോ ഹാപ്പി, ഒരുപാട് സന്തോഷം. ഇനിയിപ്പോൾ നമുക്കായാലും പിന്നെ ഒരു കാര്യം, ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന കംപ്ലീറ്റ് കാര്യങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നാളെ ദുബായിൽ നിന്ന് ഇപ്പോൾ നാട്ടിലേക്ക് വണ്ടി കൊണ്ടുവരേണ്ടവർക്ക് വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ക്ലിയറൻസ് ചെയ്യാനുള്ള കോൺടാക്ട് നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ബിറ്റോ പ്രോൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ കൊടുക്കുന്നുണ്ട്. ദുബായിലുള്ളവർ മൂപ്പരെ വിളിച്ച് വാങ്ങി കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നേരെ കിടന്നുറങ്ങി രാവിലെ വിടാം. എവിടെ? ഷിപ്പ് യാർഡിലേക്ക്. ഗുഡ് മോർണിംഗ്. സമയം രാവിലെ 10 മണി. നമ്മൾ കറക്റ്റ് ടൈമിൽ ഇവരെ ഓഫീസിന് മുമ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇന്നലത്തെ പോലെ അതിൻ്റെ ഉള്ളിൽ ഇപ്പം പാസ് വേണം. ആ പാസ് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്. ജസീലില്ല, ജസീൽ അവിടെ റൂമിലുള്ളത്. അപ്പം ജസീൽ കുറച്ച് തിരക്കാണ്ട് അവിടെ എത്തിയിട്ടില്ല. ഞാനും ഷബീറും മാത്രം കേട്ടോ. ഇന്നലെ ഇവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു. എല്ലാവരും കാത്തുനിന്ന് ലാസ്റ്റ് ഘട്ടത്തിൽ എല്ലാവരും തിരിച്ചുപോയി. ഓക്കെ. പിന്നെ നമ്മൾ ഇന്നലെ ചെയ്തൊരു പരിപാടി ഇങ്ങനെയുണ്ടോ, ഇത് ഞാൻ ഈ ഓഫീസിൽ കണ്ട ഗ്ലോബാണ്. അപ്പോൾ ഞാൻ ഷബീറിനോട് പറഞ്ഞു നമ്മൾ പോകുന്ന ഒരു ഏരിയ, ഇപ്പോൾ ഞാൻ അടുത്തൊരു കൺട്രി പോകണല്ലോ, അപ്പോൾ ഇങ്ങനെ കറക്കിയിട്ട് കുത്തി കിട്ടുന്ന എവിടെയാണ് അവിടെ എന്തായാലും അടുത്ത് പോകുന്ന ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ട്രൈ ചെയ്ത് നോക്കല്ലേ. ഗ്ലോബ് എങ്ങനെ കറക്കും നിന്ന് കണ്ണുകൂട്ടിയിട്ടാ. കടല നടക്കുന്ന കുത്തല്ലേ? കടല ഒന്നും കൂടെ. അതും ഓൾമോസ്റ്റ് സെയിം. കടലും കരി എത്തിയിട്ടില്ല. നോക്ക് കടലിലുള്ളത്. അവിടുന്ന് തോണി പിടിക്കേണ്ടി വരും. മൂന്നാമത്തത് എവിടെയാ? ജപ്പാനിൽ വിസ കിട്ടുമെന്ന് അറിയില്ല ഈ സമയത്ത്. നമുക്ക് ഒന്നും കൂടി കറക്കിക്കോട്ടെ. 2-3 ഓപ്ഷൻസ് എടുക്കാം. ഓക്കെ. കാനഡയിൽ പോകണം. 1 മാസം ക്വാറന്റൈനാണ്. ഒന്നും കൂടി കറക്കിക്കാം നമുക്ക്. ചൈന, മംഗോളിയ. ഇത് നമ്മൾ ഇന്നലെ കറക്കിയിട്ട് ഏറ്റവും കൂടുതൽ കുത്തിയടി അറിയാം ഉക്രൈനിൽ. 2 തവണ കുത്തി. 2 തവണ പോയിട്ട് വന്നതാണ്. പിന്നെ മംഗോളിയ എനിക്ക് തോന്നുന്നു ഇന്നലെ ഒരുപാട് തവണ മംഗോളിയ വന്നിട്ടുണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല. മിക്കവാറും ഞാൻ എന്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ മംഗോളിയ ഒന്ന് ട്രൈ ചെയ്യേണ്ടത്. മെക്സിക്കോ ഒക്കെ. അപ്പോൾ ഏതായാലും അടുത്ത പ്രാവശ്യം നമുക്ക് ഇങ്ങനെ ഐഡിയ ആയിട്ട് പുറക്കിരിക്കുക. എന്നിട്ട് ഇങ്ങനെ കറക്കിയിട്ട് ഇങ്ങനെ കറക്കിയിട്ട് ഏത് സ്ഥലമാണ് കിട്ടുന്നത് അവിടെ അടുത്ത് പോകുന്നു. ലോട്ട് കിട്ടുന്ന പോലെ. എവിടെയാ? സുഡാൻ. അപ്പോൾ നമുക്ക് സുഡാനിലേക്ക് നമ്മളെ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ലോട്ടറി അടിച്ചിടുന്നെടുത്തിട്ട്, പക്ഷേങ്കിൽ ഞങ്ങൾക്ക് ആ പൈസ വേണ്ടാത്തതുകൊണ്ട് നമ്മളങ്ങനെ സൈക്കിൾ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ആമിനാൻ റിലീസ് ചെയ്യാൻ വന്നപ്പം ഒരു ചേട്ടനെ കിട്ടിയിരുന്നു ലോട്ടറി വെക്കുന്നത്. ആ വീഡിയോ കണ്ടവർക്കറിയാം. അവിടെ നിന്ന് നമ്മൾ ആ ചേട്ടൻ്റെ ലോട്ടറി വാങ്ങിയിട്ട് എനിക്ക് ഒന്നിന് 500 എണ്ണാണ്ട് വെച്ചിട്ട് 4 എണ്ണത്തിന് അങ്ങനെ 2000 അങ്ങനെ ലോട്ടറി അടിച്ചു. അപ്പോൾ ആ എടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു ഈ ലോട്ടറി എനിക്ക് അടിച്ചു കഴിഞ്ഞാൽ അതിനെ കൊണ്ട് ഞങ്ങൾക്ക് ബൈക്ക് വാങ്ങി തരുന്നു. അപ്പോൾ 2000 രൂപയ്ക്ക് എന്തായാലും ബൈക്ക് വാങ്ങാൻ പറ്റുമല്ലോ. അപ്പോൾ അതിന് പകരം ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ കണ്ണൂർ പോയിട്ട് ഞാൻ അവിടുന്ന് ഒരു സൈക്കിൾ വാങ്ങിയിട്ട് ഒരു പാവപ്പെട്ട ഒരു പയ്യനെ കൊടുത്തിട്ട് അതങ്ങ് തീർത്തു. പക്ഷേ പയ്യൻ്റെ ഫേസും അല്ല പയ്യൻ്റെ ഡീറ്റെയിൽസും കാണിച്ചിട്ടില്ല. പക്ഷേ സൈക്കിൾ വാങ്ങുന്ന വീഡിയോ കൊടുക്കുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടാൽ മതി. സംഭവം 1 മണിക്കൂർ എടുത്തു. അങ്ങനെ ഫൈനലി എന്താ പറയുക, എൻ്റെ വണ്ടി എനിക്ക് കിട്ടി. ക്ലിയറൻസ് ഒക്കെ കഴിഞ്ഞ് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ഞാനിപ്പോൾ ഉള്ളത് കൊച്ചിൻ പോർട്ടിൻ്റെ ഉള്ളിലാണ്. നമുക്കിവിടെ പുറത്തൊന്നും ക്യാമറ അലോഡ് ഇല്ല കേട്ടോ. റെസ്ട്രിക്ഷൻ. പക്ഷേ ഇത് വണ്ടിയുടെ ഉള്ളായതുകൊണ്ട് എനിക്ക് തോന്നുന്ന പ്രശ്നമില്ലാന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ പുറത്തിലാരും ഇതിൽ കാണിക്കുന്നില്ല. വന്നോളൂ. അപ്പോൾ നമ്മുടെ ജേക്കപ്പേട്ടൻ ഏതായാലും വണ്ടിക്കകത്ത് കയറുന്നുണ്ട്. വെൽക്കം പറഞ്ഞേ. ജേക്കപ്പേട്ടൻ ഇവിടെ എടുക്കുന്നുണ്ട്. നമ്മളിവിടെ എന്തൊക്കെയോ പ്രൊസീജിയേഴ്സ് കഴിഞ്ഞപ്പോൾ ഒന്ന് പറഞ്ഞത്. പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ കോർട്ടിന്റെ കുറച്ച് പ്രൊസീജിയർ ഉണ്ടായിരുന്നു. കസ്റ്റംസ് സൈഡിൽ നിന്ന് ഷെഡിന്റെ ക്ലിയറൻസ്, അവരുടെ ഔട്ട് ഓഫ് ചാർജ്, സൂപ്രണ്ട് ഔട്ട് ഓഫ് ചാർജ് അതിന് ശേഷം നമ്മളത് കിട്ടി. അത് കഴിഞ്ഞ് പോർട്ടിലെ കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട്. അവിടെ നിന്ന് ടിക്കറ്റ് എഴുതുക, ഇവിടെ കൊണ്ട് ഷെഡിൽ റിലീസ് ചെയ്യുക, കുറച്ച് ഫോർമാലിറ്റീസ് കഴിഞ്ഞ് തന്നെ മൂവ് ചെയ്യാണ്. നമ്മുടെ ഗേറ്റിലേക്ക് മൂവ് ചെയ്യണം. യെസ്. പിന്നെ ഒരു കാര്യം കൂടി, നിങ്ങൾ ഇതിലൊന്നും തലവേദനക്കേണ്ട ആവശ്യമില്ല. മൊത്തം കാര്യങ്ങൾ മൂപ്പര് തലവേദനെടുത്തിട്ട് മൂപ്പര് ക്ലിയർ തരും കേട്ടോ. ഓക്കെ. എല്ലാവരും നിങ്ങൾ ദുബൈയിൽ നിന്ന് വണ്ടി കൊണ്ടുവരുന്നവരാണെങ്കിൽ ഒമാനിൽ നിന്ന് എവിടെ നോക്കട്ടെ വണ്ടി കൊണ്ടുവരുന്നവരാണെങ്കിൽ ഒരു കാര്യം പറയാനുള്ള 6 months ആണ് നമ്മൾ ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഇതിൽ കൊണ്ടുവരരുത്. കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിനതെ നിങ്ങൾ എക്സ്ട്രാ ഞാനിപ്പോൾ ഇതിൽ എയർ ഫിൽറ്റർ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത് അവിടെ എഴുതിയിട്ടുണ്ട്. നോട്ട് ചെയ്യാത്തൊരു കാര്യങ്ങൾ കൊണ്ടുവരാൻ പാടില്ല. ഒന്നും കൂടി ഇവിടെ ഒരുപാട് വണ്ടികൾ ഈ മുമ്പിൽ കിടക്കുന്ന വണ്ടി അടക്കം ഇതൊക്കെ ജർമ്മനിയിൽ വന്ന വണ്ടിയാണ്. വണ്ടി അടക്കം ഇവിടെ കിടക്കുന്നുണ്ട്. അതിന്റെ റീസൺ എന്ന് വെച്ചാൽ നിങ്ങൾ ഡോക്യുമെന്റ്സ് ക്ലിയർ അല്ലാണ്ട് ഏതെങ്കിലും ഒരു പേപ്പർ മിസ്സിംഗ് ഉണ്ട് ഇവിടെ കുടുങ്ങിപ്പോൾ മാസങ്ങളോട് കുടുങ്ങി. ഇവിടെ ഒമാനിൽ വന്ന ഒരു ക്യാമറ ഒക്കെ കിടക്കുന്നുണ്ട്. നിങ്ങൾ വരുന്നെങ്കിൽ കറക്റ്റായിട്ട് എക്സ്പേർട്സിനെ കൊണ്ട് മാത്രം വണ്ടികൾ ഇമ്പോർട്ട് ചെയ്യാൻ നോക്കുക. ബിറ്റോൻ ഏതായാലും നിങ്ങൾക്ക് വിശ്വസിക്കാം. ബിറ്റോ ഇക്കാര്യത്തിൽ എക്സ്പേർട്ടാണ്. എൻ്റെ വണ്ടിയുണ്ട്. ഒരു 2 ദിവസം കൂടെ പുറത്തിറക്കി തന്നു. എനിക്ക് ഒരു തലവേനില്ല. ഞാൻ ഇവിടെ വന്നിരുന്ന് ഇൻസ്പെക്ട് ചെയ്യുമ്പോൾ അവർ കൂടെ വന്നത് അതിൻ്റെ ആവശ്യമില്ല. ശരിക്കും ഓണർ ആവശ്യമില്ല. എൻ്റെ പാസ്പോർട്ടിന് ഒറിജിനൽ മാത്രമേ എനിക്ക് വേണ്ടു. ഓക്കെ. അപ്പോൾ ചേക്കപ്പേട്ട പുറത്തേക്ക് പോകാം. ഓക്കെ, പുറത്തേക്ക് പോകാം. വേറൊരു കാര്യം കൂടി ഞാൻ പറയാനുള്ളത്, പിന്നെ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ കൂടെ ഉണ്ടായിരിക്കണം. വേറൊരാൾക്ക് ഡ്രൈവ് ചെയ്യാൻ കൊടുക്കാണ്ടിരിക്കുക ഏറ്റവും നല്ലത്. നമ്മൾ തന്നെ ആയിരിക്കും ഡ്രൈവ് ചെയ്യണം. അത് ഒന്ന് സൂക്ഷിക്കുക. എവിടെ നിന്നും പോകണമെങ്കിൽ നമ്മൾ വിട്ടു പോകണമെങ്കിൽ എന്തെങ്കിലും എമർജൻസി ആയിട്ട് നമുക്ക് പോവുകയാണെങ്കിൽ ഈ 6 months വണ്ടി കസ്റ്റംസിനെ ഇൻഫോം ചെയ്യുക.
അതാത് സ്റ്റേഷനിൽ അറിയിച്ചിട്ട് വണ്ടി അവിടെ സ്റ്റേ ചെയ്യണം. എന്നിട്ട് മാത്രമേ പോകാൻ പാടുള്ളൂ. മനസ്സിലായല്ലോ? എന്റെ ഈ വണ്ടി ഫൈൻ പെനാൽറ്റി ഒക്കെ കൊടുക്കേണ്ടി വരും. 50 മുതൽ 1 ലക്ഷം വരെ. അപ്പൊ ഈ വണ്ടി ഈ ഡ്രൈവിംഗ് സീറ്റിൽ എനിക്ക് മാത്രം ഇരിക്കാൻ പെർമിഷൻ ഉള്ളൂ കേട്ടോ. വിടാം. ഇപ്പൊ ഇവിടെ പോർട്ടിന്റെ ഗേറ്റിന് അടുത്തുള്ളത്. നമുക്ക് അവിടുന്ന് തന്നെ ഒരു പേപ്പർ കൂടി അവിടെ സബ്മിറ്റ് ചെയ്യണം. സബ്മിറ്റ് കഴിഞ്ഞിട്ട് നേരെ പുറത്തേക്ക് പോകണം കേട്ടോ. പിന്നെ കാറിനിട്ട് സീൽ അടിക്കണം ഇവിടെ വണ്ടി എത്തിയില്ലെങ്കിൽ. അത് ശരിക്കും അപ്പുറം ഈ കസ്റ്റംസിന്റെ ഓഫീസിൽ പോയി അവിടെ നിന്നാണ് ചെയ്യേണ്ടത്. ഒന്നുകൂടി ഞാൻ പറഞ്ഞു, ഈ വണ്ടി എനിക്കല്ലാതെ വേറെ ആർക്കും ഓടിക്കാൻ പറ്റില്ല. അപ്പം ആരും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യില്ല. സുഖം. ഈ ടെസ്റ്റ് ഡ്രൈവിന്റെ കേസിൽ ഒരുപാട് ആൾക്കാർ നമ്മൾ വിഷമിക്കേണ്ട സിറ്റുവേഷൻ ഉണ്ട് കേട്ടോ. ഗായ്സ്, അപ്പോൾ നിങ്ങൾ കാത്തുന്ന വണ്ടി ഇത്രയും നേരം നിങ്ങൾ മാത്രമല്ല നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്ത ഒരു വണ്ടി, നമ്മുടെ റാപ്റ്റർ വരുന്നുണ്ട്. ഈ ലോറി അങ്ങോട്ട് പോയതിന് ശേഷം വരുമെന്ന് വിചാരിക്കാം. എൻ്റെ മോനെ വരുന്ന മോനെ സാധനം വരുന്ന ഇത്രയും ആൾക്കാർ ഇവിടെ. ഇനി ഒന്നും നോക്കാനില്ല. കൺഗ്രാറ്റ്സ്. താങ്ക് യു. അപ്പോൾ പോവല്ലേ? നീ നിന്റെ വ്ളോഗ് ചെയ്യുന്നല്ലേ? എന്റെ വ്ളോഗിൽ വീഡിയോ എടുക്കാൻ വേണ്ടി നിങ്ങൾ കയറിക്കോ. ഹായ് ബ്രോ. ഹാപ്പി അല്ലേ? ഹാപ്പി. പിന്നെ ഹാപ്പി അല്ലേ? എല്ലാവരും ഫുൾ ക്യാമറ ആണല്ലോ. ഹാപ്പി, പക്ക ഹാപ്പി. പക്ക ഹാപ്പിടാ. മലയാളി പൊളിയല്ലേ? പിന്നെ പൊളി. അന്നും ഇന്നും എന്നും വണ്ടി അടിക്കണം. കയറിക്കോ. ഇതൊക്കെ വിടാ. ആ എടുത്തു എടുത്തോളൂ എടുത്തു. ബേക്കിൽ ഡോർ ക്ലോസ് ചെയ്യാൻ ഫസ്റ്റ്. എന്നിട്ട് ഫ്രണ്ട് അത് ക്ലോസ് ചെയ്യാൻ ഫസ്റ്റ്. ഓ എടുത്തോ. എഴുന്നേടോ. സെൽഫിക്ക് പൈസ ഇഷ്ടം പോലെ എടുത്തോ. ഞാൻ കണ്ണൂരൊക്കെ പോകുന്നത്. എന്താ പരിപാടി? ഈ പ്രാന്ത് ആടെ കണ്ണൂരിലെ വണ്ടിയാണ് നിങ്ങൾ ഇങ്ങോട്ട് തന്നെ. ഇത് ആടെ തന്നെ ഓടുന്ന അധികം. ഓ ആയിക്കോട്ടെ. ഓക്കെ മൊത്തേ പോട്ടെ എന്നാലേ. പോട്ടെ പോട്ടെ. കാണാം. ഭയങ്കര ഹാപ്പിയാണ്. ഇതോ ബേക്കിൽ ഫുള്ളാണ്. ഷെബീർക്ക് ബേക്കിൽ കാണിച്ചെടുത്ത് ഗോൾഡ് വിങ്ങിട്ട് മുതലാണ് വന്നിട്ട് ബേക്കിൽ. ഗോൾഡ് വിങ് ഷെബീറിന് എടുത്തതിലും മറ്റോ തമ്പനയിൽ എടുത്തെല്ലാം പറഞ്ഞിട്ട്. ഹായ് ബ്രോ. ഇന്നത്തെ താരം നമ്മുടെ ജേക്കബ് ചേട്ടൻ കേട്ടോ. ജേക്കബ് ചേട്ടൻ നിങ്ങളെ ഇന്നത്തെ താരം. എന്തായാലും ഇറക്കി തരാൻ പറ്റില്ല. പിന്നെ അതൊന്നും കുഴപ്പമില്ല. നല്ലതാണ്. രാവിലെ ഇറക്കിയോണ്ട് എല്ലാവരും കാണാനും പറ്റില്ല. അതെ കുറച്ച് ഇതായി. ചെറിയ പൊള്ളി. ഓഫീസിലേക്കാ നേരെ വെഹിക്കിലാണ് പിടിക്കുന്നത്. സഡൻ ബ്രേക്ക് ഇടാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണല്ലോ. അതാണ് ഇവിടെ കറക്റ്റ് ആയിട്ട് പോകാൻ പറ്റില്ല. മുട്ടിച്ച് പിള്ളേരുണ്ട് ജാഗ്രത. അതോട് മാറിക്കാൻ പറ. പിന്നെ വെഹിക്കിൾ സൈഡ്. ഇല്ല മോനെ ഗ്രീനിൽ ഓടുന്നത്. അതാണ് മറ്റേ പവർ ഓപ്ഷൻ അല്ലേ? ഓപ്ഷൻ അത് ഗ്രീനിൽ ഓടുന്നത്. റെഡിലാണ് ഇങ്ങനെ ഉണ്ടാവാം. ജയിക്കവേണ്ടൊന്നും പേടിപ്പിക്കണ്ട. ഇവിടെ നിർത്തിയ ടോപ്സിൽ നിർത്തിയ അവര് വണ്ടി കണ്ടിട്ടൊന്ന് പുറത്തേക്ക് പോവാനല്ലേ കണ്ടിട്ട് കൊണ്ടുപോയാ നമുക്ക് തിരക്കൊന്നുമില്ല.
ഇനി അടുത്ത പരിപാടി ഇവിടെ നേരെ കണ്ണൂരേക്ക് പോക്കാണ്. അറിയാലോ, ഈ എപ്പിസോഡ് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് വണ്ടി ക്ലിയർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് വരുന്നത്, എങ്ങനെയാണ് കൊണ്ടുവരുന്നത്, എത്രയാണ് എക്സ്പെൻസ് എന്നൊക്കെ പറഞ്ഞു. നിങ്ങളെല്ലാവരും ചെയ്യേണ്ടത് ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റ് ഞാൻ ബിറ്റോ ബ്രോന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും മൂപ്പരെ വിളിക്കുക, സംസാരിക്കുക. പിന്നെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ മൂപ്പര് തരും കേട്ടോ. അപ്പോൾ ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്ത്. താങ്ക്സ് ഡാ. ഓക്കെ, ഷബീർക്കാരെ ഗോൾഡ് വിങ് എടുത്തിട്ട് വരൂ. ഏത് ഓക്കെ, ഒരുപാട് നന്ദിയായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്കിവിടെ നാളെ മുതൽ റാപ്റ്ററിന്റെ കൊച്ചി ടു കണ്ണൂർ വീഡിയോ കാണാം. ഓക്കെ, വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.